പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളോർക്കും വലിയ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നതെന്നൊക്കെ. പക്ഷെങ്കിൽ അല്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം. നമ്മൾ പാർട്ടികളുടെ തലപ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയാണ്. ഈ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് MA ബേബിയാണ്. അപ്പം അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് പോട്ടെ. അതുപോലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഭയങ്കര ബുദ്ധിമാന്മാരാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ ഒക്കെ ചിന്ത. പക്ഷെങ്കിൽ അവർക്ക് ഒരു കാര്യം തീരുമാനിക്കാൻ ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി പോലും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ട് ഞാൻ ലേലം സിനിമയ്ക്കകത്ത് സോമന് എൻ്റെ ഒരു ഡയലോഗുണ്ട്. ഒരു മന്ത്രിയായിട്ട് എനിക്ക് തോന്നുന്നു ബാലകൃഷ്ണൻ എന്നുള്ള പുള്ളിയുടെ പേര്. പുള്ളി ഒരു PR ഒക്കെ ആയിരുന്നു വർത്തിയ. അദ്ദേഹം അബ്കാരിയുടെ വീട്ടിൽ വന്നിട്ട് അപ്പം സോമൻ അയാളെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പം താനിവിടെ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കാൻ അവൻ പറയടൂ, ഇതിന് താനിവിടെ ഉണ്ടെന്നുള്ള അറിയാനായിട്ട് സാധാരണക്കാർ ഒരു വാറ്റ് കച്ചവടക്കാരൻ്റെ ഒരു കള്ള് കച്ചവടക്കാരൻ്റെ ബുദ്ധിമതി, അതിന് മാസസൊന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിമതി ഒരു കാര്യം തീരുമാനിക്കാൻ. അത് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആൾക്കാർക്കില്ല. ഉദാഹരണത്തിന് ഒരു 102 MLA ജയിച്ച 140 മഹാഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഒരു ദിവസം മാക്സിമം മതി. ഏറ്റവും വലിയ ഹൈക്കമാൻഡ് കാണിച്ച ഒരു വിവരക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA-മാരിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കണം എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നെങ്കിൽ ഈ നിരീക്ഷകരൊക്കെ ഇങ്ങോട്ട് വിട്ടല്ലോ. അവർ പറയണമായിരുന്നു MLA-മാരിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കണം, അല്ലാതെ നിങ്ങൾ ആരുടെ പേര് തരണം എന്നല്ലായിരുന്നു പറയണ്ടേ. അതാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ഈ MLA-മാരിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ KC വേണുഗോപാലിൻ്റെ പേര് വരത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഹൈക്കമാൻഡ് അപ്പോഴേ ഈ MP-മാരെ മാറ്റണം, മത്സരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഈ വേണുഗോപാലിനോട് താല്പര്യമുണ്ടെന്ന് മനുഷ്യർക്ക് തോന്നി. അപ്പോൾ MLA-മാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു അഭിപ്രായമായിരുന്നെങ്കിൽ ആരെങ്കിലും ആയിപ്പോയേനും. അതില്ലാതാക്കിയത് ഈ ഹൈക്കമാൻഡാണ്, വിവരമില്ലാത്ത ഹൈക്കമാൻഡ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.